പോര് മുറുകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ഈ ഗവർണർ പദവിയിലിരുന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിട്ടുള്ളത്. തൻ്റെ അധികാരത്തിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ഒരു ഗവർണർ പറയുന്നതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ തുടർച്ചയായി നടത്തുകയും സർക്കാരിനെ, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ആ രൂപത്തിൽ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ സഭയിൽ കണ്ടത്. നയപ്രഖ്യാപന പ്രസംഗം ഈ രൂപത്തിൽ ചുരുക്കിക്കൊണ്ട് സഭയെ അവഹേളിക്കുകയായിരുന്നു എന്നുള്ള അഭിപ്രായം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെയുണ്ട്. ഗവർണർ അവഹേളിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ നമ്മൾ റിപ്പബ്ലിക് ദിന പരേഡിൽ കണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പോലെ രാവിലെ മോർണിംഗ് ഷോ ചെയ്യുന്ന സമയത്താണല്ലോ 10-20-25 മിനിറ്റോളം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കുന്നു. ആദ്യം നമസ്തേ പറയുന്നുണ്ട് മുഖ്യമന്ത്രി. അപ്പോൾ ഗവർണർ തിരിഞ്ഞു നോക്കുന്നില്ല. തിരിച്ചു പോകുമ്പോൾ ഗവർണർ കൈകൂപ്പുമ്പോൾ മുഖ്യമന്ത്രി തിരിച്ചു പോകുന്നില്ല. ഇതിനിടയ്ക്ക് തൊട്ടപ്പുറത്തിരുന്ന ശിവൻകുട്ടി, ഇപ്പോൾ മുഖ്യമന്ത്രി മുഴുവൻ സമയവും ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് ശിവൻകുട്ടിയോട് സംസാരിക്കുകയാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അതാണ് കണ്ടത്. പിന്നെ നമ്മൾ കണ്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അങ്ങോട്ട് കയറി സംസാരിച്ചതാണ്. എന്നുവെച്ചാൽ ആ ഒരു സാഹചര്യം ഒന്നൊന്ന് തണുപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൈ എടുത്ത ആ ഒരു സംസാരിക്കുകയും ചിരിക്കാനും ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം അവിടെ പോയി മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ പിരിമുറുക്കം കുറയ്ക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അതിനുശേഷം ഉള്ള അതിശക്തമായ പ്രതികരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നിന്ന് ശിവൻകുട്ടി പിന്നീട് പ്രതികരിച്ചത് സംസ്ഥാനങ്ങൾക്ക് ഗവർണർ പദവി ആവശ്യമില്ല എന്നൊരു പ്രസംഗം അദ്ദേഹം നടത്തി. സ്വന്തം കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും ഇപ്പോൾ ഉല്ലാസയാത്ര നടത്താനുള്ള പദവിയല്ല ഗവർണറുടേതെന്ന് പറയുന്നുണ്ട്. അതിനുള്ള പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് മന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ MV ഗോവിന്ദൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇനി അങ്ങോട്ട് രൂക്ഷമായ പ്രതികരണങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. ഗവർണറുടെ കാലാവധി കഴിയാനായി അല്ലേ? അപ്പോൾ ഇനി ആ കാലാവധി കഴിയുന്നവരെയും ഈ വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോര്, സമരങ്ങൾ, ഇതൊക്കെ തുടരാനുള്ള സാധ്യത. തെരഞ്ഞെടുപ്പ് വരാൻ പോവുക കൂടിയാണല്ലോ. അതെ. അപ്പോൾ ഇനി അടുത്ത മന്ത്രിസഭ വരാൻ സാധ്യത പല ഈ ജഗദീപ് ധൻഖർ സിൻഡ്രോം എന്ന് ഞാൻ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഗവർണർക്ക് അടുത്ത പദവിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ടല്ലോ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. Meet the editors.